മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്. ഇന്ന് ഞാൻ എവിക്റ്റായി പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ എൻ്റെ ഗെയിമുകളെല്ലാം മാറും. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എവിക്റ്റ് ആയത്? എൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല ഞാൻ ഒരിക്കലും എവിക്റ്റ് ആയത്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയപ്പോൾ എൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോയി കാണാം. അല്ല, നമുക്ക് ഇങ്ങനെ പറയാലോ, നമ്മളെക്കാളും കുറച്ചും കൂടെ മേലെ പോയി മറ്റുള്ളവരുടെ പെർഫോമൻസ് അങ്ങനെ ആവാലോ. ഞാൻ ക്യാമറ മുമ്പിൽ അഭിനയിച്ച് വന്ന ഒരാളാണ്. അപ്പം എനിക്ക് നല്ലോണം അറിയാം ഒരു ക്യാമറയിൽ നിന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് വൃത്തിയായിട്ട് അറിയാം. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോമൻസ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ 35-ാമത്തെ ദിവസത്തിൽ ഇവിടെ ഇറങ്ങില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അപ്പാണി ചേട്ടനാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് ഷൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോന്ത കണ്ടില്ലേ, ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. പിന്നെ സെക്കൻഡ് വീക്ക് പല ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഹൗസിനകത്ത് തന്നെ അനുമോളുടെ പി എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാരും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും. ആദ്യം അനുമോളുടെ പി എന്ന് പറഞ്ഞു എല്ലാരും, അത് കഴിഞ്ഞ് കട്ടപ്പ എന്ന് പറഞ്ഞു. പക്ഷെ പി ആയിരുന്നപ്പോ യു എസ് സേഫ്. കട്ടപ്പ ആയപ്പോഴത്തേക്കും കട്ടപ്പുറത്തായി. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? ബട്ട് കട്ടപ്പ എന്ന് പറയുന്നത് എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി.